തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമലയിൽ 1932 ഏപ്രിൽ മാസം 6-ാം തീയതിയാണ് വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായർ എന്ന VKN ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്തായ CP നായർ പക്ഷേ അതിനൊരു പാഠഭേദം പറയുന്നുണ്ട്. ഏപ്രിൽ 6 അല്ല, ഏപ്രിൽ 7 ജനന തീയതിയെന്ന്. 6 ആയാലും 7 ആയാലും ഏപ്രിൽ മാസം ആരംഭിക്കുന്നത് വിഡ്ഢികളുടെ ദിനത്തോടു കൂടിയാണ്. പക്ഷേ VKN തൻ്റെ മൊഴിമട്ടം കൊണ്ടും എഴുത്തു വഴി കൊണ്ടും സാക്ഷ്യപ്പെടുത്തി അക്കൂട്ടത്തിലല്ല തൻ്റെ സ്ഥാനമെന്ന്. മലയാളത്തിൽ സാഹിത്യധാരയിൽ നർമ്മം വിതറിയ ഒരുപാട് പ്രകാശ സ്തൂപങ്ങൾ നമ്മുടെ മുമ്പിലും ഓർമ്മയിലും തെളിഞ്ഞു നിൽക്കുന്നു. പക്ഷെ അവരിൽ നിന്ന് എല്ലാം വ്യത്യസ്തമായി ബുദ്ധികൂർമ്മതയുടെ അത്യുന്നത ശൃംഗങ്ങളിൽ മാത്രം ഉണർന്നു വരാവുന്ന കല്ലുക്കുളീറം പോലെ നീരുറവയുടെ തടുക്കാനാവാത്ത പ്രവാഹം പോലെയുള്ള നർമ്മജ്വാലകളാണ് VKNൻ്റെ എഴുത്തു വഴികളിലൂടെ മലയാളത്തിന് ലഭിച്ചത്. സബ്ജക്റ്റ് എക്സ്പെർട്ട് എന്ന് പറയുന്ന ഒരു ആംഗല പദത്തിന് അദ്ദേഹം പെട്ടെന്ന് തത്സമയം നൽകുന്ന വിവർത്തനം വിഷയ ലംബടൻ എന്നാണ്. സബ്ജക്റ്റ്, വിഷയം, എക്സ്പെർട്ട്, ലംബടൻ. പക്ഷെ അർത്ഥം രണ്ട് പാരമ്യ ദിശകളിൽ എതിർ മുനകൾ കോർത്തുകൊണ്ട് നിൽക്കുന്നത് അതിൻ്റെ വിരുദ്ധ സ്ഥിതം കൊണ്ട് നമ്മളെ അമ്പരപ്പിക്കുകയും അതേസമയം ചിരിപ്പിക്കുവാൻ ഇടവരുത്തുകയും ചെയ്യുന്നു. ഹൂ ഈസ് അഫ്രൈഡ് ഓഫ് വെർജീനിയ വുൾഫ്? VKNൻ്റെ തത്സമയ തർജ്ജന വെള്ളായണി അർജുനെ, അല്ലെങ്കിൽ ഇവിടെ ആർക്കാണ് പേടി എന്ന്. അമ്പടി കൊച്ചുകള്ളി എന്ന മലയാളിയുടെ വളരെ ചിരപരിചിതമായ പ്രയോഗത്തെ VKN ആംഗല ഭാഷയിലേക്ക് നിവേശിക്കുന്നത് മൈ ലിറ്റിൽ വുമൺ തീഫ് എന്ന വിശേഷണത്തോടു കൂടിയാണ്. ഓർക്കുന്തോറും നർമ്മത്തിൻ്റെ വ്യതിരിക്തങ്ങളായ അധിക തലങ്ങൾ ഇനിഞ്ഞു വരുന്ന ഒരു വറ്റാത്ത നർമ്മസ്രോതസ്സായിരുന്നു VKNൻ്റെ ഫലിതധാര എന്ന് പറയുന്നത്. ഫലിതധാരയായിരിക്കുമ്പോഴും അത് നമ്മളെ ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ആ ചിന്തയുടെ അനുസ്യൂതമായ പ്രവാഹത്തിനിടയിലൂടെ ഒരുപാട് പ്രസന്നമായ ചിരിമുഹൂർത്തങ്ങൾ അദ്ദേഹം അതിൽ വളരെ നൈപുണ്യത്തോടെ നിവേശിച്ചും പോന്നിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം കുറേ കാലം മലബാർ ദേവസ്വം ബോർഡിലെ ഒരു ഭേദപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്തുക്കളിൽ ആരോ ചോദിച്ചു, ഈ വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായർ എന്നുള്ളതിനെ VKN മാത്രമായി ലോപിക്കുമ്പോൾ ഒരു എന്ന അവിടെ ബാക്കി നിൽക്കുന്നു. ചുരുക്കെഴുത്ത് പ്രയോഗത്തിൻ്റെ സാധാരണ പരിചിത സാമ്പ്രദായിക വഴിയിലാണെങ്കിൽ VKN നായർ എന്ന് വേണ്ടേ സ്വയം വിശേഷിപ്പിക്കുവാനെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പോലും, ഈ നായരെ ഒന്ന് ഒഴിവാക്കി കിട്ടാനാണ് ഞാൻ നാരായണൻകുട്ടി നായരെ എന്ന് പറയുന്ന ഏകത്വത്തിൽ ദ്വത്വത്തെ ഒതുക്കി നിവേശിപ്പിച്ചതെന്ന്. അങ്ങനെ സ്വന്തം പേരിനെക്കുറിച്ചൊരു പരാമർശം നടക്കുമ്പോൾ പോലും അതിൽ നിഗൂഢമായ അർത്ഥധ്വനികളുള്ള ഹാസ്യവ്യംഗ്യങ്ങളെ ഉൾച്ചേർക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ വിരുത് അന്യാദൃശ്യമാണ്, താരതമ്യങ്ങളില്ലാത്തതാണ്. 1953 അതായത് VKNൻ്റെ 21-ാം വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ചെറുകഥയായ പാരിജാതം മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് പ്രസിദ്ധപ്പെടുത്തുന്നത്. അവിടം തൊട്ട് അദ്ദേഹം നിർബാധം എഴുത്ത് തുടർന്നു പോന്നിരുന്നു. നർമ്മമാണ് തൻ്റെ വേദിയെന്ന് അദ്ദേഹം എന്നാണ് തിരിച്ചറിഞ്ഞതെന്നത് ആ കഥാധാരയിലൂടെയുള്ള ഒരു അനുസഞ്ചാരം കൊണ്ട് മാത്രം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ്. പക്ഷേ ഗൗരവമാർന്ന വിഷയങ്ങളും നർമ്മത്തിൽ ചാലിച്ചുകൊണ്ട് പറയുമ്പോൾ ആ ഗൗരവത്തിന് ആക്കം കൂട്ടുന്ന ഒരു എഴുത്ത് വഴി ആദ്യപാദം തൊട്ടേ അദ്ദേഹം സ്വായത്തമാക്കിയിരുന്നു. VKN തൻ്റേതായ മെറ്റഫോഴ്സ് കൊണ്ട്, രൂപകങ്ങൾ കൊണ്ട് മലയാള ഭാഷയ്ക്ക് പോലും അന്നോളം അപരിചിതമായിരുന്ന ചില വാക്കുകളുടെ മെറ്റഫോഴ്സിനെ സൃഷ്ടിച്ച ഒരാളാണ്. സാധാരണ പ്രയോഗ വഴിയിൽ നാം ഉപയോഗിക്കുന്ന ചില പദങ്ങൾക്ക് അതിന് സാമ്പ്രദായിക രീതിയിലുള്ളതിനേക്കാൾ ഏറെ വ്യത്യസ്തമായ ഒരർത്ഥതലം കൂടി ഉണ്ടാകാമെന്ന് അദ്ദേഹത്തിൻ്റെ പ്രയോഗ സന്ധികൾ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ അയ്യപ്പ പണിക്കർ സാർ പറഞ്ഞു, ഇങ്ങനെയുള്ള ചിലർ വരുമ്പോഴാണ് ഭാഷ അതിൻ്റെ ലാസ്യ മയക്കം വിട്ട് ഉണർന്ന് വെളിച്ചപ്പാടായി ഉറഞ്ഞു തുള്ളുക എന്ന്. VKN എന്നും ഭാഷയെ പ്രകോപിപ്പിക്കുന്നതിലും പ്രകോപിപ്പിച്ച് തൻ്റെ വരുതിയിൽ അതിനെ തൻ്റെ മനസ്സിൻ്റെ താളതൊടിയുടെ വിരുദ്ധത്തിൽ അതിനെ പുനർനിവേശിക്കുന്നതിലും ശ്രദ്ധാലുവായിരുന്നു. അതിൽ
അദ്ദേഹത്തിന് നിസ്തലമായ വിജയം തന്നെ കൈവരിക്കുവാനും കഴിഞ്ഞിരുന്നുവെന്ന് ആ കഥകൾ നമുക്ക് നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നു. വലിയൊരു ദൗർഭാഗ്യം കൂടി അദ്ദേഹത്തിൻ്റെ ഭാഷാശൈലി മൂലം ആ കഥകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. മലയാളത്തിലൊഴികെ മറ്റൊരു ഭാഷയിലേക്കും അവ പരിഭാഷപ്പെടുത്തിക്കൊണ്ട് പുനഃപ്രകാശനം ചെയ്യുവാൻ ആകുമായിരുന്നില്ല. മലയാള ഭാഷയുടെ ശക്തി ദൗർബല്യങ്ങളുടെ ഇടസന്ധികളിലാണ് അദ്ദേഹം അർത്ഥമുനകൾ നിവേശിച്ചുകൊണ്ട് തൻ്റേതായ ഒരു മൊഴി സമ്പ്രദായത്തെ തന്നെ മലയാള ഭാഷാ സംസ്കൃതിക്ക് സംഭാവന ചെയ്തത്. ഇത്രയേറെ വൈവിധ്യമാർന്ന വിഷയങ്ങൾ, ഇത്രയേറെ ചുരുക്കി പറയാനുള്ള വൈഭവം മലയാള ഭാഷയിൽ അധികം എഴുത്തുകാർക്ക് സ്വായത്തമായിരുന്നില്ല. ഒരു പോസ്റ്റ് കാർഡിൻ്റെ മേൽവിലാസം എഴുതുന്ന ഭാഗം കഴിച്ചുള്ള ചെറിയ അതിൻ്റെ അരഭാഗത്ത് 4 or 5 വരികൾ കൊണ്ട് ഒരു പക്ഷേ ദിവസങ്ങളോളം നമ്മളെ ഒരു ധ്യാനപൂർവ്വം ഓർത്ത് ചിരിക്കുവാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള കഥകൾ കുറിച്ചു വയ്ക്കുവാനുള്ള ബിരുദം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നോവലുകളിലാവട്ടെ, അദ്ദേഹത്തിൻ്റെ നീണ്ട കഥകളിലാവട്ടെ, ഇതേ ബിരുദിൻ്റെ ജ്വലനം നമുക്ക് ആവോളം നുകർന്ന് ആസ്വദിക്കുവാനും കഴിയുമായിരുന്നു. VKN പകരം VKN മാത്രമെന്ന് മലയാള ഭാഷാ സംസ്കൃതി ഏറ്റുപറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുന്നത് അതിനാലാണ്. കഥകളിലൂടെ പരിചിതനായി കഴിഞ്ഞിരുന്ന ഈ സാഹിത്യ വേദിയിലെ ഒറ്റയാനെന്ന് പറയുന്നത് എടഞ്ഞു നിൽക്കുന്ന ഒറ്റയാനെന്ന അതിൻ്റെ സമ്പൂർണമായ അർത്ഥ വ്യാപ്തി ഉൾച്ചേർത്തുകൊണ്ട് തന്നെയാണ്. ഏതാൾക്കൂട്ടത്തിനിടയിൽ നിന്നാലും തലയെടുപ്പോടെ നിവർന്നു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിലെ ഒരു വ്യതിരിക്തത, അതോടൊപ്പം തന്നെ ചുവന്നു തുടുക്കുന്ന ആ കവിൾത്തടങ്ങൾ വിറപ്പിച്ചുകൊണ്ടുള്ള മുറുക്കി ചോപ്പിച്ച ചുണ്ടുകൾ, ഇടയ്ക്കിടയ്ക്ക് മെല്ലെ തേമ്പിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പൊട്ടിച്ചിരികൾ, അതിനിടയിൽ കള്ള ദൃഷ്ടിയോടെ കണ്ണുകളൊന്ന് ഇറുക്കിക്കൊണ്ട് അദ്ദേഹം നടത്തുന്ന ചില നോട്ടങ്ങൾ, അതിനിടയിൽ കൈകൾ, വിരലുകൾ അവ ചില പ്രത്യേക ആംഗ്യവിക്ഷേപങ്ങളോടെ ചലിപ്പിച്ചുകൊണ്ടുള്ള ഈ തോള് രണ്ടും നല്ലവണ്ണം കുലുക്കിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ചില ഒളിയമ്പുകൾ, ഇതെല്ലാം നേരിൽ കാണുവാനൊരവസരമുണ്ടായത് ആലപ്പുഴയിൽ തകഴിച്ചേട്ടനോടൊപ്പം ഒരു യാത്ര വേണ്ടി വന്നപ്പോഴാണ്. ശങ്കരമംഗലത്ത് ചെന്ന് തകഴിച്ചേട്ടനെ കണ്ട് അദ്ദേഹം മാതൃഭൂമി ഓഫീസിലാണ് പോകുന്നത്. അവിടെ നീചനായ ഒരു കിരാത മനുഷ്യൻ വന്നിരിപ്പുണ്ട്, ഇന്ന് അവനെ ഇരയാണ് ഞാനെന്ന് പറഞ്ഞപ്പോൾ ആരെന്ന് താല്പര്യപൂർവ്വം അന്വേഷിച്ചപ്പോൾ അത് സാക്ഷാൽ VKN എന്ന നാണുവായരാണെന്ന് തകഴി പറഞ്ഞു. പരിചയപ്പെടാനുള്ള ആഗ്രഹത്തോടെ അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ അവിടെ കടന്നില്ല. അപ്പോൾ തകഴിയോടൊപ്പം വന്ന 2 അനുചരർ എന്ന ഒരു ആനുകൂല്യത്തോടെയാണ് VKN അദ്ദേഹം അവിടെ ഇരുന്നിരുന്നത് ഞാൻ ഓർക്കുന്നു. ആ ബ്യൂറോ ചീഫിൻ്റെ കസേരയിൽ കാലുകൾ മടക്കി ശമ്പളം പടിഞ്ഞിരുന്നുള്ള കസേരയിൽ വിസ്തരിച്ചിരുന്ന് മുറുക്കുന്ന VKN തകഴിച്ചേട്ടൻ കടന്നു വന്നപ്പോൾ ആദരപൂർവ്വം എഴുന്നേറ്റ് നിന്ന് വിനയപൂർവ്വം അദ്ദേഹത്തെ പിടിച്ചിരുത്തിയ ശേഷമാണ് ഒപ്പമിരുന്നത്. അതിനുശേഷം പക്ഷേ മൊഴിവട്ടം ആരംഭിച്ചപ്പോൾ തകഴിയുടെ പിശുക്കിനെക്കുറിച്ചും തകഴിയുടെ എഴുത്ത് രീതിയിലെ ചില പ്രത്യേക സംഭവങ്ങളെക്കുറിച്ചും തകഴിയുടെ വ്യക്തിജീവിതത്തിലെ ചില നിമിഷങ്ങളെക്കുറിച്ചും എല്ലാം വളരെ അർത്ഥഗർഭമായ ഒളിയമ്പുകൾ പ്രയോഗിക്കുന്നതിൽ യാതൊരു ലുബ്ധും VKN കാണിച്ചിരുന്നില്ല. അത് മുഴുവൻ നിറഞ്ഞാസ്വദിച്ച് പൊട്ടിച്ചിരിക്കുമായിരുന്ന തകഴിച്ചേട്ടൻ്റെ മുഖവും ഓർമ്മയിലുണ്ട്. അപ്പോൾ ആതിഥേയ താല്പര്യത്തോടു കൂടി ബ്യൂറോ ചീഫായിരുന്ന ശ്രീ വർഗീസ് ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം ചോദിച്ചു, എന്തെങ്കിലും ഒന്ന് തൽക്കാലത്തേക്ക് കഴിക്കാൻ, പിന്നീട് ചേരുംപടി വേണ്ട വിധമാകാം, പക്ഷേ ഇപ്പോഴത്തേക്ക് വെജിറ്റേറിയനായ എന്തെങ്കിലും വരുത്തണോ നോൺ വെജിറ്റേറിയനായ എന്തെങ്കിലും വരുത്തണോ എന്ന് ചോദിച്ചപ്പോൾ VKN പറഞ്ഞ മറുപടി അത് പിന്നീട് പല സ്ഥലത്തും ആവർത്തിക്കപ്പെട്ടും ഞാൻ കേട്ടിട്ടുണ്ട്. അറിയപ്പെടാത്ത വെജിറ്റേറിയനേക്കാൾ എനിക്കിഷ്ടം അറിയാവുന്ന വെജിറ്റേറിയനാണ്. വെജിറ്റേറിയൻ എന്നതിൽ നോൺ വെജിറ്റേറിയനോടൊപ്പം നമ്മൾ ചേർക്കുന്ന NON KNOWN എന്ന നോൺ ചേർത്തുകൊണ്ട് ആംഗലവും മലയാളവും തമ്മിലുള്ള മിശ്രിത പ്രകാശനത്തിലൂടെ അതിന് പുതിയ അർത്ഥങ്ങൾ നൽകുവാനുള്ള തൽക്ഷണ വിരുദ് എന്ന് പറയുന്നത് ആരെയും അമ്പരപ്പിക്കുന്ന വിധമാണ് അദ്ദേഹം എന്നും പ്രയോഗിച്ചു പോന്നിട്ടുള്ളത്. അന്ന് ഏതാണ്ട് 7-8 മണി വരെ മലയാള സാഹിത്യത്തിലെ പല ദീപസ്തംഭങ്ങളെക്കുറിച്ചും അവരുടെ ചില ബലഹീനതകളെക്കുറിച്ചും എല്ലാം ഇദ്ദേഹം വാതോരാതെ തകഴിച്ചേട്ടനുമായി സംസാരിച്ചിരുന്നത് ആരാധനയോടെ കേട്ടിരുന്നു കൊണ്ടായിരുന്നു ഞങ്ങൾക്കിടയിലുള്ള ആദ്യ സമാഗമം. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ ശേഷം അദ്ദേഹം പല വേദികളിൽ വെച്ചും പരസ്പരം കാണുകയും അഭിവാദ്യങ്ങൾ ചെയ്യുകയും ചെയ്തതിൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിൽ ഞാനന്ന് ചലച്ചിത്ര തിരക്കഥാരംഗത്ത് ഒരു സജീവ സാന്നിധ്യമായി കഴിഞ്ഞിരിക്കെ
തൻ്റെ ഒരു കഥയ്ക്ക് താനൊരു തിരക്കഥ എഴുതിയിരിക്കുന്നു, അതൊന്ന് അയച്ചു തരുന്നു. ഇതാരെങ്കിലും ഒരു സിനിമയാക്കുമെങ്കിൽ അവർക്കും നല്ലത്, എനിക്കും നല്ലത്, തനിക്കും നല്ലത് എന്ന ഒരു കവറിംഗ് ലെറ്റർ സഹിതം അദ്ദേഹം എനിക്കൊരു 36 പേജ് വരുന്ന ഒരു തിരക്കഥ അയച്ചു തരികയുണ്ടായി. അതിൻ്റെ തുടക്കം എന്നെ വല്ലാതെ ആഹ്ലാദിപ്പിച്ച, ആകർഷിച്ച ഒന്നായിരുന്നു. ആ ഗ്രാമത്തിൽ കോഴി കൂകും മുമ്പേ അപ്പുണ്ണി ഉണരും. അപ്പുണ്ണി ഉണർന്നു കഴിഞ്ഞ് കോട്ടുവായി ഇടുമ്പോൾ അതിനകമ്പടിയായി കോഴി കൂവും. കോഴി കൂവിയതിന് ശേഷം കിഴക്ക് വെള്ള കീറും. പിന്നെ ഗ്രാമം ഉണരും. ഒരു പ്രഭാതത്തിൻ്റെ വർണ്ണന തന്നെ. പ്രഭാതം ഉണരും മുമ്പേ ഉണരുന്ന മുഖ്യ കഥാപാത്രത്തിൻ്റെ ആ ഉണർവിൻ്റെ ഒരു വിശേഷണവുമായിട്ട് ആരംഭിക്കുന്ന ദൃശ്യഭംഗികൾ വിധാനിച്ച് നിൽക്കുന്ന ഒരു അക്ഷര ചാർത്തായിട്ടാണ് നമ്മുടെ മുമ്പിൽ പ്രകാശിതമായത്. അതിന് ഒരു സാമ്പ്രദായിക രീതിയിലുള്ള മുഴുനീള ഫീച്ചർ ചിത്രത്തിന് വേണ്ട ദൈർഘ്യമുണ്ടായിരുന്നു എന്നുള്ളതെല്ലാം പിന്നീടുള്ള ചിന്താ വിഷയമാണ്. ഇത് വായിച്ചപ്പോൾ മനസ്സിൽ തോന്നിയ ഒരു കൗതുകം ഞാൻ എൻ്റെ ആത്മസുഹൃത്തായിരുന്ന നിർമ്മാതാവ് രാമചന്ദ്രനോടും, മുരളി മൂവീസ് രാമചന്ദ്രനോടും, അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം സംവിധാനം ചെയ്യാമെന്ന് ഏറ്റിരുന്ന സത്യനന്ദിക്കാരനോടും പറഞ്ഞു. അവർക്ക് രണ്ടുപേർക്കും അതിൽ വളരെ താല്പര്യം തോന്നി. അങ്ങനെ VKനെ കാണുവാനും VKൻ്റെ കയ്യിൽ നിന്ന് ഈ കഥയുടെ ചലച്ചിത്രാവകാശം വാങ്ങുവാനുമായി ഞങ്ങൾ ഒരുമിച്ച് ഒരു യാത്ര പുറപ്പെട്ടു. അപ്പോൾ യാത്രയ്ക്ക് ഡൽഹിയിലെ VKൻ്റെ ഏതാണ്ട് ഒരു 10 പതിറ്റാണ്ട് നിറഞ്ഞാടിയ പത്രപ്രവർത്തന കാലഘട്ടത്തിലെ ആത്മസുഹൃത്തായിരുന്ന കാർട്ടൂണിസ്റ്റ് യേശുദാസിനെയാണ് ഞങ്ങൾ ഒരു അംഗരക്ഷകനായിട്ടോ പ്രതിരോധത്തിന് പരിചയന്തിക്കൊണ്ട് ഞങ്ങളുടെ രക്ഷകനായിട്ടോ കൂടെ ചേർത്തത്. ഞാൻ എപ്പോഴും ഓർക്കുന്നു, തൃശ്ശൂർ നഗരത്തിലെ കാസിനോ ഹോട്ടലിൽ വെച്ചായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ദ്വന്ദ്വം. VKN വരുന്നു. VKനെ വീട്ടിൽ പോയിട്ടാണ് ഞങ്ങൾ ആനയിച്ചു കൊണ്ടുവരുന്നത്. നമുക്ക് നഗരത്തിൽ എവിടെയെങ്കിലും പോയിരുന്ന് സംസാരിക്കാം. ഇവിടെ ആകുമ്പോൾ ആയമ്മ ഉള്ളത് കൊണ്ട് ഞാൻ വിനീത വിധേയനായി പോകും, അപ്പോൾ അതുകൊണ്ട് നമുക്ക് തുറന്നാടാനാവില്ല എന്ന് അദ്ദേഹം വ്യംഗ്യരൂപത്തിൽ പറയുകയും അങ്ങനെ രാമചന്ദ്രനും ഞാനും സത്യനന്ദിക്കാടും യേശുദാസനും VKനും കൂടെ കാസിനോ ഹോട്ടലിലെ ഒരു മുറിയിൽ ഒത്തുചേരുകയും പാനോപചാര ഘോഷങ്ങൾ ആരംഭിക്കും മുമ്പേ കാര്യമായി അവതരിപ്പിക്കുകയും VKN പണത്തിന് വല്ലാത്ത കടുംപിടുത്തമുള്ള ആളാണെന്നും പണത്തിനോട് വലിയ ആസക്തിയുള്ള ആളാണെന്നും എല്ലാമുള്ള ശ്രുതി നമ്മുടെ മുമ്പിലുണ്ട്. അതിൻ്റെ പേരിലുള്ള ആശങ്കകളുമുണ്ട്. നമുക്ക് അഫോർഡ് ചെയ്യാൻ കഴിയാത്തൊരു തുകയെങ്ങാനും അദ്ദേഹം പ്രതിഫലം ചോദിച്ചാൽ ഈ ഭയം നമ്മുടെ മനസ്സിൽ നിന്ന് വായിച്ചറിഞ്ഞുകൊണ്ട് VKN പറഞ്ഞു, ഞാൻ കണക്ക് പറഞ്ഞ് കാശ് വാങ്ങുന്നതിൽ വളരെ കുപ്രസിദ്ധനാണ്. അക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സൗമനസ്യവും എന്നിൽ നിന്ന് ആരും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അപ്പോൾ വന്ന ദൗത്യം മുറിഞ്ഞു പോകുമോ എന്ന ഭയപ്പാടോടെ ഞങ്ങൾ നിൽക്കുമ്പോൾ, പക്ഷേ ഈ കഥയുടെ കാര്യത്തിൽ ഞാനിത് സിനിമയിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. എൻ്റെ ഒരു ആഗ്രഹ പൂർത്തീകരണം കൂടി ഇതിലുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു ബാർഗനിങ് പവർ നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് എന്നെ നിലംപരിശാക്കുവാൻ വേണ്ടി എനിക്ക് കുറഞ്ഞ തുക തരുവാനുള്ള ശ്രമം നിങ്ങൾക്ക് നടത്തി നോക്കാവുന്നതാണ്. അതിന് വിധേയപ്പെടാതെയും വഴിപ്പെടാതെ ഇരിക്കുവാനുള്ള ശ്രമം ഞാനും നടത്തുന്നതാണ്. അന്യോന്യത്തിൻ്റെ അവസാന റൗണ്ടിൽ നമുക്ക് എവിടെയെങ്കിലും മധ്യസ്ഥായിയിൽ ഒരിടത്ത് ഉറപ്പിക്കാം. അപ്പോൾ യേശുദാസാണ് ഒരു കാർട്ടൂൺ വരയ്ക്കുന്ന സ്വതസിദ്ധമായ അനായാസതയോടെ പറഞ്ഞത്, പ്രതിഫല വിസ്താരം നീട്ടാതെ മധ്യസ്ഥായിൽ തുടങ്ങി മധ്യസ്ഥായിൽ തന്നെ പെട്ടെന്ന് ഉറപ്പിച്ചാൽ മധ്യത്തിലെ ആ രണ്ടാമത്തെ അക്ഷരത്തെ ഒന്ന് മാറ്റി പ്രതിഷ്ഠിച്ചുകൊണ്ട് നമുക്ക് രാവാഘോഷങ്ങളിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കാമെന്ന് പറഞ്ഞപ്പോൾ അതിലല്പം ആകൃഷ്ടനായ ശേഷം അദ്ദേഹം പറഞ്ഞു, 4 തരത്തിൽ നമുക്കിത് ചിന്തിക്കാം. പണം രൊക്കമെങ്കിൽ ഒരു തുക, പണം മുറിത്തുണ്ടങ്ങളാണെങ്കിൽ മറ്റൊരു തുക, അതല്ല പാസ്സാകുമെന്ന് ഉറപ്പുള്ള കുറേ നാൾ താണ്ടിയുള്ള ചെക്കാണെങ്കിൽ ഒരു തുക, പാസ്സാകാൻ സാധ്യതയില്ലാത്ത ചെക്കായിട്ടാണ് തരുന്നതെങ്കിൽ കഥ ഇത് ഈ നിമിഷം അവസാനിപ്പിക്കാം. അപ്പോൾ രാമചന്ദ്രൻ പറഞ്ഞു, ഉള്ളതുപോലെ രൊക്കമായി തരാനാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഉള്ളതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അങ്ങൊരു തുക പറഞ്ഞാൽ എനിക്കത് ഇപ്പോൾ തന്നെ കൈമാറി മനസ്സമാധാനത്തോടെ ആ കഥയുടെ ചലച്ചിത്ര ആവിഷ്കാര പ്രവർത്തനങ്ങളിലേക്ക് പ്രവേശിക്കാം. അത് VKന് വളരെ ഇഷ്ടപ്പെട്ടു. യേശുദാസ താൻ കാർട്ടൂൺ വരയ്ക്കാൻ മാത്രമല്ല മിടുക്കൻ, മനുഷ്യരെ തമ്മിൽ പേസ്റ്റ് ചെയ്ത് ഒട്ടിക്കാനും മിടുക്കനാണ്. അതുകൊണ്ട് അതിനുള്ള അവകാശം ഞാൻ തനിക്ക് വിട്ടുതരുന്നു. താൻ എന്നെ വല്ലാതെ കുറച്ച് കളഞ്ഞാൽ താൻ എൻ്റെ ആജന്മ ശത്രുവാകുമെന്ന് ഞാൻ പറയാതെ തനിക്ക് അറിവുള്ളത് കൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. യേശുദാസൻ VKനെ നിരസിക്കാനാവാത്തതും എന്നാൽ രാമചന്ദ്രനെ മുറിവേൽപ്പിക്കാത്തതുമായൊരു തുക പറയുകയും പെട്ടെന്ന് വളരെ നാടകീയമായ ചേഷ്ടകളോടെ ചാടി എഴുന്നേറ്റ് VKN രാമചന്ദ്രൻ്റെയും സത്യനന്ദിക്കാടിൻ്റെയും നെറുകയിൽ കൈവച്ചുകൊണ്ട് 1 തരം 2 തരം 3 തരം എന്ന് പറഞ്ഞ് തൻ്റെ സമ്മതം അറിയിക്കുകയും രാമചന്ദ്രൻ അപ്പോൾ തന്നെ തൻ്റെ ബോക്സിൽ നിന്നും ആ തുക കൈമാറി ഒരു കരാറ് രേഖ ഒപ്പിട്ട് വാങ്ങുകയും ചെയ്തു.
പിന്നീട് ആ ചിത്രീകരണം ആരംഭിച്ചപ്പോൾ ഞാൻ മറ്റൊരു ചിത്രത്തിൻ്റെ ചർച്ചാവേളകളിൽ ബോംബെയിലായിരുന്നു. ആരോ തൽപര കക്ഷികൾ VKN ഒന്ന് പ്രകോപിപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞു, താങ്കളുടെ തിരക്കഥ മാറ്റിവെച്ച് ജോൺ പോൾ ഇപ്പം അതിന് മാറ്റിയൊരു തിരക്കഥ എഴുതുകയും അതിൻ്റെ ചിത്രീകരണം നടക്കുകയും ചെയ്യുകയാണ് കോഴിക്കോട് എന്ന്. VKN ഇതറിഞ്ഞ ആകെ വല്ലാതെ ദുഃഖിതനായി. VKN സത്യനന്ദിക്കാടിനെ വിളിച്ച് പരിഭവം പറഞ്ഞപ്പോൾ സത്യനന്ദിക്കാട് പറഞ്ഞു, ഇതിൻ്റെ ഗാനലേഖനത്തിൻ്റെ അന്ന് ഞാൻ ജോണിനെ കണ്ടതാണ്, പിന്നീട് ജോണിനെ കണ്ടിട്ടില്ല, ജോൺ ബോംബെയിലോ എവിടെയോ ആണ്. അപ്പോൾ തന്നെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും VKN എഴുതിയ തിരക്കഥയ്ക്ക് അതിൻ്റെ ചലച്ചിത്ര മാത്രകൾക്കൊത്തുള്ള ദൈർഘ്യമുണ്ടാക്കുന്നതിന് വേണ്ടി VKN ചില വ്യംഗ്യ സൂചകങ്ങളെ അല്പം കൂടി ദൃശ്യപരമായി വികസിപ്പിച്ചെടുത്തുകൊണ്ടുള്ള ഒരു പുനർനിവേശം മാത്രമാണ് സത്യനന്ദിക്കാട് ആ ചിത്രത്തിൻ്റെ രചനാ ധാരയിലാകെ ചെയ്തിട്ടുള്ളത്. അങ്ങനെയല്ല മറ്റൊരാളെ വിളിച്ച് അതിൽ ഇടപെടുത്തുന്നു. അത് തൻ്റെ സുഹൃത്തായി കഴിഞ്ഞിരുന്ന ജോൺ പോളാണ് അതിൽ ഇടപെടുന്നതെങ്കിലും അത് തനിക്ക് അപകീർത്തികരമാണെന്ന് തെറ്റിദ്ധരിച്ച് അങ്ങനെ ഒരു കത്തെഴുതാൻ ഇടവന്നതിലും അതിങ്ങനെ സത്യനെ വിളിച്ച് സംസാരിക്കാൻ ഇടവന്നതിലും VKN കുണ്ഠിതം തോന്നി. എൻ്റെ വീട്ടിൽ വിളിച്ച് ഞാൻ എവിടെയാണ് ഇപ്പോൾ ഉള്ളതെന്നും എൻ്റെ മേൽവിലാസം ബോംബെയിലുള്ളത് എന്താണെന്നും അറിഞ്ഞ ശേഷം അദ്ദേഹം ആ മേൽവിലാസത്തിലേക്ക് ഒരു ഇൻലൻഡ് ലെറ്റർ അയച്ചു തന്നു. പ്രിയമുള്ള ജോൺ പോൾ, താങ്കളുടെ മനസ്സിൽ എന്നെക്കുറിച്ചുള്ള മതിപ്പിന് ന്യൂനം വരത്തക്ക വിധത്തിൽ താങ്കളെക്കുറിച്ചോ താങ്കൾ ഇടപെടുന്ന ചില സംഭവങ്ങളെക്കുറിച്ചോ ഞാനൊരു പ്രസ്താവന നടത്തിയതായി അഥവാ താങ്കൾ അങ്ങനെ കേൾക്കുവാൻ ഇടവന്നാൽ അത് സത്യം ലേശമില്ലായികയില്ല എങ്കിലും അത് ഒരു തെറ്റിദ്ധാരണ പുറത്താണെന്ന് മനസ്സിലാക്കി താങ്കളുടെ മനസ്സിലുണ്ടായിരുന്ന പൂർവ്വ മതിപ്പിലേക്ക് താങ്കൾ ദയാപൂർവം തിരിച്ചു വരണമെന്നും നാം തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ വിശുദ്ധി അതേപടി അപങ്കുരം തുടരണമെന്നും തെര്യപ്പെടുത്തിക്കൊള്ളുന്നു എന്ന് വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായർ ബ്രാക്കറ്റിൽ മാച്ച് കളഞ്ഞ ശേഷം VKN എന്നെഴുതി ഒപ്പിട്ട ഒരു കത്ത്. VKN കത്തുകൾക്ക് മേൽവിലാസം എഴുതുന്നതെല്ലാം വളരെ രസകരമായിട്ടാണ്. നമ്പൂതിരി, ചിത്രം വര, കോഴിക്കോട്, 7 ഏറിയാൽ 8. 7 8 എന്ന് ഓർമ്മയില്ലാത്തതുകൊണ്ട് 7 ഏറിയാൽ 8. MT വാസുദേവൻ നായർ ബ്രാക്കറ്റിലെ നായരും പെടും, കൊട്ടാരം വഴി, കോഴിക്കോട് എങ്ങാണ്ടോ. ഇങ്ങനെ ആർക്ക് കത്തെഴുതുമ്പോഴും ആ കത്ത് വായിക്കുന്ന പോസ്റ്റ്മാനും ആ കത്ത് സ്വീകരിക്കുന്ന അഡ്രസ്സിക്കും ഒരുപോലെ ഓർത്തിച്ചിരിക്കുവാനുള്ള ഒരുപാട് സൂചകങ്ങൾ അദ്ദേഹത്തിൻ്റെ സംബോധനകളിലും മേൽവിലാസ രചനകളിലും ഉണ്ടാകും. കത്തിൻ്റെ ഉള്ളടക്കത്തിലും ഒരുപാട് കൊച്ചു വ്യംഗ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാവും. കത്തുകളുടെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലുമുള്ള VKൻ്റെ എഴുത്തു വഴികളിലൂടെ നമ്മളൊന്ന് പരതി നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിഖ്യാതമായ കഥാപാത്രങ്ങളാണ് പയ്യനും ഇട്ടൂപ്പും. ഇട്ടൂപ്പ് എന്ന് പറയുന്നത് ഒരു പ്രസാധക കമ്പനിയുടെ ഉടമസ്ഥനാണ്. അയാൾക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. പലപ്പോഴും കളിയാക്കി പറയാറുണ്ട്, മുണ്ടശ്ശേരി മാസ്റ്റർ മകനായ കറന്റ് പുസ്തകാലയത്തിൻ്റെ സ്ഥാപക സാരഥിയായിരുന്ന കറന്റ് തോമസ് എന്ന് പറയുന്ന തോമസ് മുണ്ടശ്ശേരിയാണ് അദ്ദേഹം ഒരു പ്രതീകമായി എടുത്തുകൊണ്ട് ഇപ്രകാരം കഥാപാത്രത്തെ വാർത്തെടുത്തത്. ഞാനൊരിക്കലും അത് VKനോട് ചോദിച്ചപ്പോൾ VKN പറഞ്ഞു, ഇട്ടൂപ്പിൽ തോമസുമുണ്ട്, തോമസിൽ ഇട്ടൂപ്പുമുണ്ട്, പക്ഷെ രണ്ടുപേരും സ്വതന്ത്ര വ്യക്തിത്വങ്ങൾ അത്രയെന്നാണ്. അതിനുപോലും അദ്ദേഹം നൽകിയ മറുപടി അത്തരത്തിലുള്ള ഉക്തികൾ തകർന്നതായിരുന്നു. ഈ ഇട്ടൂപ്പിൻ്റെ ഒരു ശിങ്കിടി എന്ന് വേണമെങ്കിൽ പറയാവുന്ന, ചില സമയത്ത് ഗുരുനാഥനും ചില സമയത്ത് ചങ്ങാതിയും ചില സമയത്ത് സിൽബന്തിയുമാകാവുന്ന പയ്യൻസ് എന്നു പേരുള്ള ഒരു കഥാപാത്രം. അത് ഒരു പരിധിവരെ VKനും പല പരിധിവരെ VKN അല്ലാത്ത, VKN ആകണമെന്ന് ആഗ്രഹിച്ചതോ അല്ലെങ്കിൽ VKN ചിലയിടങ്ങളിൽ പ്രകോപനം സൃഷ്ടിക്കുവാൻ വേണ്ടി നിർമ്മിക്കാൻ കഴിയുന്ന ചില രൂപങ്ങൾ ചേർന്നതുമായ കഥാപാത്രങ്ങളാണ്. ആ ഇട്ടൂപ്പിന് ഒരിക്കൽ വിദേശത്ത് ഒരു പുസ്തക പ്രസാധകരുടെ അന്താരാഷ്ട്ര കോൺഫറൻസിൽ പങ്കെടുക്കേണ്ടതായി വന്നു. വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹം ഫുൾ സൂട്ടൊക്കെ ഉണ്ടാക്കി ഡൽഹിയിലെത്തി. അന്ന് രാത്രിയിലത്തെ ഫ്ലൈറ്റിന് ഇട്ടൂപ്പിന് പറക്കണം ജർമ്മനിയിലേക്ക്. പക്ഷെ പറക്കുന്നതിന് മുമ്പ് അത്യാവശ്യം അവിടെ ഈ പറയുന്ന എന്തെങ്കിലും ഡിന്നറുകളോടൊപ്പം ഏതെങ്കിലും ഡാൻസിൻ്റെ എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ 4-5 ചുവടുകൾ ഡാൻസ് ഏതെങ്കിലും ഒരു മദാമ പെണ്ണിനെ തോളത്ത് കയറ്റോ അരയിൽ കൈ ചുറ്റി പിടിച്ചുകൊണ്ടോ ചെയ്യേണ്ടി വന്നാൽ ചുവട് തെറ്റരുത്, അത്യാവശ്യം ഡാൻസ് പഠിക്കണം അദ്ദേഹത്തിന്. അപ്പോൾ പയ്യൻസ് പറഞ്ഞു, അത് ഈ 2-3 മണിക്കൂറുണ്ട്, എനിക്കിപ്പോൾ 1 മണിക്കൂറേ പറ്റുള്ളൂ, അതിൽ കൂടുതൽ സമയമില്ല, എന്നെ ഡാൻസ് പഠിപ്പിച്ചേ പറ്റൂ. അങ്ങനെ പലയിടത്തും അന്വേഷിച്ച ശേഷം ഒരു ക്രഷർ കോഴ്സ്, ഒരു ക്യാപ്സ്യൂൾ പദ്ധതി പോലെ 2 മണിക്കൂർ എന്നുള്ളത് 1 മണിക്കൂറാക്കിയിട്ട് എങ്ങനെയെങ്കിലും അത്യാവശ്യം നിന്ന് പഠിക്കാവുന്ന കുറച്ച് ചുവടുകൾ താൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് ഒരു ആംഗ്ലോ ഇന്ത്യൻ ഡാൻസ് ടീച്ചർ നടത്തുന്ന ഡാൻസ് സ്കൂളിൽ ഒരു എക്സ്ക്ലൂസീവ് 1 hour അപ്പോയിൻമെൻ്റ് എടുക്കുകയും ഇട്ടൂപ്പിനെ അവിടെ കൊണ്ടുവന്ന് ആക്കുകയും ചെയ്ത ശേഷം ഇട്ടൂപ്പിൻ്റെ കയ്യിൽ നിന്ന് പേഴ്സിൽ നിന്ന് പണം എടുത്തുകൊണ്ട് തൊട്ടടുത്തുള്ള ഏതോ ബാറിൽ പോയിരുന്നുകൊണ്ട് പയ്യൻസ് നിർബാധം ബിയർ കുടിക്കുകയും കൃത്യസമയമായി കഴിഞ്ഞപ്പോൾ ഇട്ടൂപ്പിനെ തിരിച്ചു വിളിക്കാൻ വേണ്ടി ഈ ആംഗ്ലോ ഇന്ത്യൻ നൃത്താധ്യാപികയുടെ മുറിയിൽ കടന്നു ചെല്ലുകയും ചെയ്യുമ്പോൾ
കാണുന്ന കാഴ്ച പാൻറ്റെല്ലാം ഊരിയിട്ടൊരു മുണ്ടും എടുത്തുകൊണ്ട് കാലിന്മേൽ കാല് കയറ്റി വെച്ചുകൊണ്ട് യൂട്യൂബ് മദ്യം കഴിക്കുകയാണ്. അപ്പുറത്ത് ഈ ആംഗ്ലോ ഇന്ത്യൻ പരിവേഷമെല്ലാം അഴിച്ചു വെച്ചുകൊണ്ട് ഈ നൃത്താധ്യാപിക വിനീത വ്യതിയായി അദ്ദേഹത്തിന് കുറയ്ക്കാനുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് വെക്കുകയാണ്. എടാ നീ പറഞ്ഞ കയ്യിൽ കൊള്ളാത്ത കടിച്ചാൽ പെട്ടാത്ത പേരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവളുടെ ഒരു ബ്രാൻഡ് നെയിമാണ്. നമ്മൾ പുസ്തകത്തിനൊക്കെ ചില പ്രത്യേക തരം പേരിടില്ലേ. ഇവള് നമ്മുടെ നെടുമങ്ങാട്ടുകാരി കൗസുവാണ്. ഇവളുടെ ചുവടുകൾ മുഴുവൻ എന്നെ പഠിപ്പിച്ച് ഞാൻ 5-6 ചുവട് അവൾക്ക് അങ്ങോട്ടും പഠിപ്പിച്ചു കൊടുത്തു. എത്ര നിമിഷ നേരം കൊണ്ടാണ് അദ്ദേഹം ഒരു കഥാപാത്രത്തിൻ്റെ പുറന്തോടുകളെല്ലാം ഉരിഞ്ഞു കളഞ്ഞ് അവരുടെ തത്സ്വരൂപത്തിൽ പ്രത്യക്ഷപ്പെടുത്തുന്നത്. ഈ യൂട്യൂബ് വന്നിട്ട് വിദേശത്ത് ചെന്നപ്പോൾ അല്പം രാത്രി ലീലകളെ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. പക്ഷെ ഭാഷാസ്വാധീനം ഇല്ലാത്തത് കൊണ്ട് ഇതെങ്ങനെ പറയും എന്ന് ഒരു ബുദ്ധിമുട്ടുമുണ്ട്. രാത്രി ഏറെ കഴിഞ്ഞ് ഡിന്നറെല്ലാം കഴിഞ്ഞ് തൻ്റെ മുറിയിലേക്ക് വരുമ്പോൾ റിസപ്ഷനിലിരിക്കുന്നത് ഒരു യൂറോപ്യൻ ലേഡിയാണ്. അദ്ദേഹം അവിടെ ചെന്ന് കീ വാങ്ങുന്ന കൂട്ടത്തിൽ പറഞ്ഞു, മീ യൂട്യൂബ് കമ്മിങ് ഇന്ത്യ കോർണർ. ഞാൻ യൂട്യൂബ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മൂലയിൽ നിന്ന് വരുന്നവനാകുന്നു. ഇന്ത്യ വെരി ഹോട്ട്. ഇന്ത്യ വളരെ ഒരു ചൂടുള്ള രാജ്യമാണ്. ദിസ് കൺട്രി വെരി കോൾഡ്. ഈ രാജ്യം വളരെ തണുപ്പുള്ള രാജ്യമായിരുന്നു. ഐ ആം എലോൺ റൂം. ഞാൻ മുറിയിൽ ഏകനാണ്. ആൻഡ് നൈറ്റ് ഈസ് വെരി കോൾഡ്. രാത്രി വളരെ തണുപ്പേറിയതാണ്. യു കം മൈ റൂം, വി എൻജോയ് കോർണർ. ഭവതി എൻ്റെ മുറിയിലേക്ക് വരുമെങ്കിൽ നമുക്ക് സുഖശീതളമായ ഒരു രാവ് പിന്നിടാം. സാധാരണഗതിയിൽ ഈ ഇംഗ്ലീഷ് വാക്കുകൾ മാത്രം പറഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല. പക്ഷേ വീക്കെൻഡിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ അന്ന് മദാമിക്ക് ഇത് പൂർണ്ണമായും മനസ്സിലാക്കുകയും അതിൻ്റെ രസഭാവം ഉൾക്കൊണ്ടുകൊണ്ട് യൂട്യൂബിനോടൊപ്പം സഹശയനത്തിന് തയ്യാറാവുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കഥ അവസാനിപ്പിക്കുന്നത്. ഒരു പുരാണ കഥയുടെ നാടകാവിഷ്കാരം, ബാല്യാവിഷ്കാരമാണെന്ന് തോന്നുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന വീക്കെൻഡ് കഥാപാത്രം മരണപ്പെട്ടു പോയ ഭർത്താവിൻ്റെ പ്രാണനുമായി കാലൻ കടന്നു പോകുമ്പോൾ യാചകിയെപ്പോലെ കാലൻ്റെ കാലിൽ വീണ് എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ തിരിച്ചു തരൂ എന്ന് പറഞ്ഞ് അലമുറയിട്ട് കരഞ്ഞ് യാചിക്കുന്ന ഭാര്യ. ആ രംഗത്തിൽ ഭാര്യയുടെ കരച്ചിലിൻ്റെ ആക്കം കൂടുകയും കാലൻ്റെ നിഷ്ഠൂരമായ നിസ്സംഗഭാവത്തിനും നിഷേധഭാവത്തിനും ശക്തി ആർജിക്കുകയും ചെയ്തപ്പോൾ വീക്കെൻഡിൻ്റെ കഥാപാത്രം പറഞ്ഞ് കൊടുക്കട തായോളി ജീവൻ തിരിച്ച് എന്ന് പറയുന്ന ഒരവസ്ഥ. ആ ഒരു ഇടപെടൽ, കാരണം ഈ കഥാപാത്രം ആ സന്ദർഭത്തിൽ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ വായിക്കുന്ന കഥയിൽ അങ്ങനെ പറയാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ ആ പാവത്തിൻ്റെ കരച്ചിലിന് പ്രയോജനമുണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന നിമിഷത്തിലാണ് അതിനെ കടുപ്പമേറിയ വാക്കുകൾ കൊണ്ട് പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നിവേശനം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ അദ്ദേഹത്തിന് ഏത് കഥകളെടുത്ത് നമ്മൾ ഒരു പുനർവായനയ്ക്ക് തയ്യാറാക്കിയാലും ഇങ്ങനെയുള്ള രസനിഷന്ധികളായ ഒരുപാട് പദപ്രയോഗങ്ങളും അർത്ഥമുനകളും കൊണ്ട് അവ സമ്പുഷ്ടമാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നു. ആ എഴുത്ത് വഴിയിൽ അതുമായി ചേർന്നുള്ള ചെറിയ ധാരകളിലൂടെ പലരും സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് പ്രാപ്യമായ ആ സാക്ഷാത്കാര ഗരിമ അതുപോലെ എത്ര പേർക്ക് സാധിച്ചു എന്നുള്ളതിന് കാലം തന്നെ മറുപടി പറയുന്നുണ്ട്. വീക്കെൻ സമം വീക്കെൻ എന്ന്. എൻ്റെ പ്രിയ സുഹൃത്ത് അന്തരിച്ച ചലച്ചിത്ര സംവിധായകൻ ഭരതന് അദ്ദേഹത്തിൻ്റെ ജീവിത സായാഹ്ന കാലഘട്ടത്തിൽ മലയാള സാഹിത്യത്തിൽ അതുല്യമായ സംഭാവനകൾ നൽകിയ, കാലത്തെ അതിശയിപ്പിച്ച ചില എഴുത്തുകാരെക്കുറിച്ച് ഹ്രസ്വ ടെലിഫിലിമുകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം ആദ്യം എഴുതിയ പേര് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റേതാണ്. രണ്ടാമത് എഴുതിയ പേര് വീക്കെൻ്റേതാണ്. മൂന്നാമത്തെ പേര് മാധവിക്കുട്ടിയുടേതാണ്. ഭരതനെ പോലെ ഒരു കലാകാരനെ പോലും ഉത്തേജിപ്പിക്കുവാൻ മാത്രമുള്ള അർത്ഥ മാത്രകൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു വീക്കെൻ്റെ കഥാപ്രപഞ്ചം. അതേപോലെ ജീവിതം കൊണ്ട് നർമ്മത്തെയും നർമ്മം കൊണ്ട് ജീവിതത്തെയും അനുപാതപ്പെടുത്തുന്നതിൽ ബഷീറിനോളം എന്ന് പറയാൻ വയ്യ. ബഷീർ നർമ്മത്തിനപ്പുറത്തുള്ള വിഷാദ സാന്ദ്രമായ ജീവിത വിചാരണയുടെ അനന്യമായ അനുപാതങ്ങൾ കൊണ്ട് നമ്മളെ അമ്പരപ്പിച്ച, കാലത്തെ മോഹിപ്പിച്ച എഴുത്തുകാരനാണ്. പക്ഷേ ആ എഴുത്ത് മട്ടത്തിൽ നിന്നും വ്യതിരിക്തമായ ഒരു ശൈലിയിലൂടെ നർമ്മം കൊണ്ട് ജീവിതത്തിലെ നിശിത തീക്ഷ്ണ നിമിഷങ്ങളെയും അർത്ഥമുനകളുടെ ക്രൗര്യം നിറഞ്ഞ ഷാർപ്പ്നെസ് കൊണ്ടും അവ തമ്മിലുള്ള ഒരു പുനരനുപാതപ്പെടുത്തലിലെ അനന്യമായ അപൂർവതകൾ കൊണ്ടും വീക്കെൻ സാധിച്ചെടുത്തത് ഒരു അക്ഷര വിസ്മയമാണ്. വീക്കെൻ എന്ന 3 അക്ഷരം മലയാള സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം താരതമ്യങ്ങളില്ലാത്ത, മറ്റൊന്നുമായി ഇടകലരാത്ത ഒരു തൽസാന്നിധ്യമായി അതിൻ്റെ എല്ലാ മൗലികതയോടും കൂടി കാലത്തിൻ്റെ അതിരുകളോളം നിറഞ്ഞു തിളങ്ങി വിളങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. MT വാസുദേവൻ നായരുടെ നേതൃത്വത്തിൽ കോലായ എന്ന പേരിലുള്ള ടെലിവിഷൻ
പ്രോഗ്രാം ഞങ്ങൾ വിഭാവനം ചെയ്തിരുന്നു. എൻ്റെ സുഹൃത്തുക്കളായ ലിയാഖത്ത് അലിയും ബാബു മേത്തരും ഞാനുമെല്ലാം ചേർന്ന്. അത് ഓരോ ദിവസത്തെയും സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അതിലെ പത്രവാർത്തകൾക്ക് ഏതാണ്ട് തത്തുല്യമായ ചില അടിവരക്കുറിപ്പുകൾ പറയുന്ന ചില കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. ഈ മുൻഷി എന്നൊക്കെ പറയുന്ന പ്രോഗ്രാം ആരംഭിക്കുന്നതിന് മുമ്പുള്ള കാലമാണ് ഞാൻ പറയുന്നത്. അതിൽ പത്രങ്ങളെല്ലാം വായിച്ച ശേഷം നർമ്മവത്തികൾ നിറഞ്ഞ ആക്ഷേപഹാസ്യത്തിൻ്റെ നിശ്ചിത മുനയമ്പുകൾ ഏതു തരുന്നതിന് വേണ്ടി ഞങ്ങൾ ബന്ധപ്പെട്ടവരിൽ ആദ്യത്തെ വ്യക്തി VK ആയിരുന്നു. ആ പ്രോഗ്രാം പല കാരണങ്ങളും നടക്കാതെ പോയി. നടന്നിരുന്നുവെങ്കിൽ ഞാനൊരു പൂശുമായിരുന്നു എന്ന് കാണുമ്പോഴൊക്കെ VK പറയുമായിരുന്നു. അവസാന ഘട്ടത്തിൽ VK ചെറിയ രോഗപീഠകളുണ്ടായിരുന്നു. എങ്കിലും ആ മുഖത്തെ പ്രസരിപ്പിനും ആ പ്രസരിപ്പിൽ വിധാനിച്ച് വിളമ്പി വന്ന നർമ്മത്തിൻ്റെ ആഴമേറിയ അർത്ഥകരിമകൾക്കും ഒരിക്കലും തളർച്ച ഉണ്ടായിട്ടില്ല. ആ ഉണർവ് എന്ന് പറയുന്നത് ഒരു ജന്മത്തിന് സ്വായത്തമായി ലഭിച്ച ദൈവവരത്തിൻ്റെ താരതമ്യങ്ങളില്ലാത്ത നിറഞ്ഞാട്ടം തന്നെയായിരുന്നു. കാലം VK ആ സ്മൃതിക്ക് മുമ്പിൽ പ്രണാമമർപ്പിക്കുന്നു.